തീണ്ടൽ വ്യവസ്ഥയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയ സമര വിജയ ഭൂമിക, ചരിത്രം പിറന്ന മണ്ണ്, പിന്നെ ഇമ്മിണി വലിയ ആൾക്കാരുടെ നാട്. സ്ഥാനാർത്ഥി നിർണയം മുതൽ വാർത്തകൾ ഇടം പിടിച്ച മണ്ഡലമാണ് വൈക്കം. കഴിഞ്ഞ 30 വർഷമായി കോട്ടം തട്ടാത്ത CPയുടെ ഉരുക്കുകോട്ട. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് മാറി പുതിയൊരു പോരാട്ടത്തിനൊരുങ്ങുകയാണ് വൈക്കം. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഉൾപോര് മുതൽ 10 വർഷം മണ്ഡലത്തിന്റെ MLA ആയിരുന്ന K അജിത്ത് CP വിട്ട് BJPയിലേക്ക് ചേക്കേറിയത് വരെയുള്ള പ്രശ്നങ്ങൾ. പതിറ്റാണ്ടുകളായി ഇളകാതെ നിൽക്കുന്ന പാർട്ടിക്കോട്ട. ഏത് കൊടുങ്കാറ്റിലും കൂടെ നിൽക്കുമെന്ന് CP ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലം. AITUC ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ശക്തി കേന്ദ്രം. പക്ഷേ CP AITUC പോര് രൂക്ഷം. പാർട്ടിയോടിടഞ്ഞ് BJPയിൽ ചേർന്നവരുമുണ്ട്. വൈക്കം മുനിസിപ്പാലിറ്റി കൂടാതെ ചെമ്പ്, കല്ലറ, മറവന്തുരുത്ത്, TV പുരം, തലയാഴം, തലയോലപ്പറമ്പ്, ഉദയനാപുരം, വെച്ചൂർ, വെള്ളൂർ എന്നീ പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണ് വൈക്കം. വെച്ചൂർ, തലയാഴം, ഉദയനാപുരം, TV പുരം, മറവന്തുരുത്ത്, വെള്ളൂർ പഞ്ചായത്തുകളിൽ LDFും, വൈക്കം നഗരസഭ, കല്ലറ, ചെമ്പ് പഞ്ചായത്തുകളിൽ UDFുമാണ്. 1970 മുതൽ സംവരണ മണ്ഡലം. ഈഴവ സമുദായമാണ് നിർണായക രാഷ്ട്രീയ ശക്തി. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പിൽ 3 പ്രാവശ്യം മാത്രമാണ് ഇടതുമുന്നണിയെ വൈക്കം കൈവിട്ടത്. 1957 നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ KR നാരായണനായിരുന്നു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 60-ൽ PS ശ്രീനിവാസനിലൂടെ CP മണ്ഡലം കൈക്കലാക്കി. 65-ൽ P പരമേശ്വരനെ ഇറക്കി കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. പക്ഷേ 67-ലെ തെരഞ്ഞെടുപ്പിൽ PS ശ്രീനിവാസൻ മണ്ഡലത്തെ ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്തി. പിന്നീട് 1991-ൽ വീണ്ടും കോൺഗ്രസ് പാളയത്തിലേക്ക് പോയ മണ്ഡലം 1996-ൽ CP തിരിച്ചുപിടിച്ചു. പിന്നീട് അങ്ങോട്ട് വൈക്കം ഇടതുപക്ഷത്തിനോട് ചേർന്ന് തന്നെ നിന്നു. MK കേശവൻ 4 തവണയും PS ശ്രീനിവാസൻ 3 തവണയും P നാരായണനും K അജിത്തും CK ആശയും 2 തവണ വീതവും ഇവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചു. 2016 മുതൽ CK ആശയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന A സനീഷ് കുമാറിനെതിരെ 24,584 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആശ വിജയിച്ചത്. 2021-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PR സോനയെ 29,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനുമാണ് ആശ പരാജയപ്പെടുത്തിയത്. സമുദായ സംഘടനകളുടെ നിലപാടും പ്രവർത്തനങ്ങളും ഇവിടുത്തെ വോട്ടിങ്ങിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വൈക്കം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ 3 മുന്നണികളിലും ഉൾപോര് രൂക്ഷമായിരുന്നു. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കം മുതൽ സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്ന സണ്ണി M കപ്പിക്കാടിനെ ഒഴിവാക്കിയതും സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധം അറിയിച്ച് സണ്ണി M കപ്പിക്കാട് രംഗത്ത് വന്നതും UDFന് തലവേദനയായി. മണ്ഡലം നിലനിർത്താനായി CPI കളത്തിലിറക്കിയിരിക്കുന്നത് P പ്രദീപിനെയും കോട്ട കൈക്കലാക്കാൻ UDF നിർത്തിയിരിക്കുന്നത് K ബിനിമോനെയും. NDA സ്ഥാനാർത്ഥിയായി K അജിത്തുമാണ് മത്സരത്തിനായി ഇറങ്ങുന്നത്. AISF, AIYF പ്രവർത്തനങ്ങളിലൂടെയും ജനകീയ സമരങ്ങളിലൂടെയും ശ്രദ്ധേയനായ വ്യക്തിയാണ് P പ്രദീപ്. നിലവിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ആദ്യം. KSU നേതാവ്, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് വൈക്കം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി. പഠനകാലത്ത് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു. തലയാഴം പഞ്ചായത്ത് അംഗവും പ്രസിഡന്റുമായിരുന്നു. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽവി. രണ്ട് തവണ MLA, 40 വർഷത്തെ CPI പ്രവർത്തനം. BDJS മത്സരിച്ചിരുന്ന സീറ്റിൽ ഇക്കുറി BJP സ്ഥാനാർത്ഥി. ഈ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് CPI നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അജിത്ത് നേടുന്ന വോട്ടാകും മണ്ഡലത്തിന്റെ ഡിസൈഡിംഗ് ഫാക്ടർ. 2 തവണ CPI സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച K അജിത്ത് BJP പാളയത്തിലെത്തി. കൂടാതെ മുൻ MLA P നാരായണന്റെ കുടുംബവും BJPയിൽ ചേർന്നു. ഇതോടുകൂടി വൈക്കത്തെ രാഷ്ട്രീയ സാഹചര്യം മാറുകയാണ്. അതുകൊണ്ട് തന്നെ LDFന് ഇത്തവണ ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. അനീതികൾക്കും വിവേചനങ്ങൾക്കുമെതിരെ പോരാടിയ ചരിത്ര മണ്ണിൽ ആര് വിജയക്കൊടി നാട്ടുമെന്ന് കണ്ടു തന്നെ അറിയാം.